ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം പ്രധാനമായും 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. 1, യേശു രോഗികളെ സുഖപ്പെടുത്തുന്നു. 2, ജനങ്ങളെ കണ്ട് അവന് മനസ്സലിയുന്നു. 3, ഒടുവിൽ ശിഷ്യരെ ദൗത്യത്തിലേക്ക് വിളിക്കുന്നു. ആദ്യം സംസാരിക്കാൻ കഴിയാതിരുന്ന ഊമനെ യേശു സുഖപ്പെടുത്തുകയാണ്. മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗം തന്നെ നഷ്ടമാകുന്നു. എന്നാൽ യേശു അവന് ശബ്ദം തിരികെ നൽകി. ഇന്ന് പലരും സംസാരിക്കുന്നുണ്ട്, പക്ഷേ സത്യം പറയാൻ കഴിയുന്നില്ല. പലർക്കും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ചിലർക്ക് ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ല. പാപം, ഭയം, അഹങ്കാരം, നിരാശ എന്നിവ നമ്മുടെ ആത്മാവിനെ ഊമയാക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ആ നിശബ്ദത പൊട്ടിച്ചെറിയട്ടെ. രണ്ടാമതായി, സുവിശേഷം വളരെ മനോഹരമായൊരു വാക്ക് പറയുന്നു. യേശുവിന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു എന്ന്. അവൻ ജനങ്ങളെ വെറും ഒരു കൂട്ടമായി കണ്ടില്ല. ഓരോരുത്തരുടെയും വേദന അവൻ കണ്ടു. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ക്ഷീണിച്ചും ചിതറിക്കിടക്കുന്നതുമായിരുന്നു. ഇന്നത്തെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഈ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? സാമ്പത്തിക സൗകര്യങ്ങൾ വർദ്ധിച്ചു, സാങ്കേതിക വിദ്യ വളർന്നു, പക്ഷെ പല കുടുംബങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടു. ഒരേ വീട്ടിൽ താമസിക്കുന്നവർക്കിടയിൽ പോലും ആശയവിനിമയം കുറയുന്നു. കുട്ടികൾക്ക് വഴികാട്ടാൻ മാതാപിതാക്കൾക്ക് സമയം കുറവാണ്. വയോധികർ ഒറ്റപ്പെടുന്നു. യുവാക്കൾ ലക്ഷ്യമില്ലാതെ അലയുന്നു. പുറമേ എല്ലാം ഉള്ളതുപോലെ തോന്നിയാലും ഉള്ളിൽ പലതും തകർന്നിരിക്കുകയാണ്. അവരെ യേശുവിനെ പോലെ കരുണയോടെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. തുടർന്ന് സുവിശേഷം പറയുന്നു, വിളവേറെ, കൊയ്ത്തുകാർ വളരെ കുറവാണ്. ഈ വചനം വൈദികർക്കും സന്യാസികൾക്കും മാത്രമല്ല, ഓരോ ക്രൈസ്തവനും ഒരു കൊയ്ത്തുകാരനാണ്. ഒരു നല്ല വാക്ക് പറയുന്ന മാതാപിതാക്കൾ, മക്കൾക്ക് വിശ്വാസം പകർന്നു നൽകുന്ന കുടുംബം, സത്യസന്ധതയോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, രോഗികളെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, പ്രത്യാശ നൽകുന്ന ഒരു സുഹൃത്ത്, ഇവരെല്ലാം ദൈവത്തിൻ്റെ കൊയ്ത്തുകാരാണ്. ഒരിക്കൽ കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറഞ്ഞിരുന്നു, നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, എന്നാൽ വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. യേശു ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ്. ലോകത്തെ മുഴുവൻ മാറ്റണമെന്നല്ല, നമ്മുടെ ചുറ്റുമുള്ള ഒരാളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ ഒരു വെളിച്ചമാകണമെന്നാണ്. സുവിശേഷം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വിളവിൻ്റെ നാഥനോട് കൊയ്ത്തുകാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയോടെയാണ് ദൗത്യം ആരംഭിക്കുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മളും കേൾക്കണം. കർത്താവേ, നീ അയക്കാൻ ആഗ്രഹിക്കുന്ന കൊയ്ത്തുകാരിൽ ഒരാൾ ഞാനാണോ? നമ്മുടെ കുടുംബത്തിൽ, ഇടവകയിൽ, ജോലിസ്ഥലത്ത്, പഠനസ്ഥലത്ത് യേശുവിൻ്റെ കരുണയുടെ മുഖമാകാൻ നമുക്കും തയ്യാറാകാം. ഇന്നത്തെ സുവിശേഷം പറയുന്ന 3 കാര്യങ്ങളെയും നമുക്ക് വിചിന്തനം ചെയ്യാം. യേശുവിനെ പോലെ മറ്റുള്ളവരുടെ വേദന കാണുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കരുണയോടെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൊയ്ത്തുശാലയിൽ പ്രവർത്തിക്കുന്ന വിശ്വസ്തയായ കൊയ്ത്തുകാരനാകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.